അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ വേദിയിലെ സന്നിഹിതരായിട്ടുള്ള സുബി നാരിക്കാട്ടേരി സാഹിബ് അടക്കമുള്ള സമുന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പാറക്കടവ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻറ്റർ കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി സംഭാവനകൾ അർപ്പിച്ച വിവിധ യൂണിറ്റുകൾക്കുള്ള ആദരവ് എന്നുള്ള നിലക്കുള്ള മൊമെൻറ്റോകളാണ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞത്. ശിഹാബ് തങ്ങൾ സെൻ്റർ ആയാലും CH സെൻ്ററുകളായാലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഡയാലിസിസ് സെൻ്ററുകൾ, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ സുഗമമായ നടത്തിപ്പ് എന്നുള്ളത് ഉദാരമതികളുടെ സഹായങ്ങളാലാണ്. നമ്മുടെ പാർട്ടിയുടെ യഥാവിധിയുള്ള ഒരു നയത്തിൻ്റെ ഭാഗമാണത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതിൻ്റെ മറ പോലെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് രോഗം കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നവർ, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ജീവകാരുണ്യത്തിൻ്റെ ഏറ്റവും അമൂല്യമായ ഒരു പ്രവർത്തനമാണല്ലോ. മഹാനായ ബാഫഗീതങ്ങളും CH-ഉം സീതി സാഹിബും അതുപോലെ എൻ്റെ വന്യപിതാവ് പൂക്കോയത്തങ്ങളും ശിഹാബ് തങ്ങളും ഇവരെല്ലാം നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. മനുഷ്യസ്നേഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. എന്നതുപോലെ തന്നെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമുക്ക് വളരെ ഭംഗിയായി നിറവേറ്റുവാൻ കഴിയുന്നുണ്ട്. ഇതിനെല്ലാമുള്ള പ്രചോദനവും പ്രേരണയും ഇപ്പം നമ്മളിവിടെ കണ്ട കാഴ്ചകളാണ്. ഈ ജില്ലയുടെ, ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള, അതിൽ പട്ടണ പ്രദേശങ്ങളുണ്ട്, അതേ അവസരത്തിൽ അങ്ങേയറ്റത്തെ ഗ്രാമപ്രദേശങ്ങളുമുണ്ട്. എന്നാൽ വളരെ മാത്സര്യ ബുദ്ധിയോടെയാണ് അവർ പിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതാണ്. എത്ര ശതമാനം, സാധാരണ നമ്മളൊരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഒരു 50-60% ഒരു ശരാശരി ഉണ്ടാവുക. ഇവിടെ ഞാൻ ശരാശരി നോക്കിയപ്പോൾ ഒരു 600%. ഇപ്പോൾ മൊത്തത്തിൽ എല്ലാം വായിച്ച കൂട്ടത്തിൽ എൻ്റെ ഒരു ധാരണ അനുസരിച്ച് 600% കൂടുതൽ പിരിച്ചിരിക്കുന്നു, ശരാശരി പിരിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ രംഗത്തൊക്കെ നമ്മുടെ ആളുകൾ പ്രകടിപ്പിക്കുന്ന അങ്ങേയറ്റത്തെ സ്നേഹവും സഹകരണവുമാണ്. പ്രയാസം അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് മഹാന്മാരായ നേതാക്കളോടാണ് നമുക്കതിന് നന്ദി പറയേണ്ടത്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള നേതാക്കൾ, അവരെല്ലാം നമ്മളോട് ആഹ്വാനം ചെയ്തത് ഇതുതന്നെയായിരുന്നു. ആവശ്യക്കാരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് പ്രസ്താവനകളിലും പ്രഖ്യാപനങ്ങളിലും മാത്രം ഒതുക്കാതെ പ്രായോഗിക തലത്തിൽ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ സാധിക്കും എന്ന് പ്രയോഗിച്ച് കാണിച്ചു തന്നിരിക്കുന്നു നാദാപുരം മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരും അനുഭാവികളും അഭ്യുദയകാംക്ഷികളും. ഞാൻ ഉറപ്പായും പറയുന്നു, നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ മാത്രമായിരിക്കുകയല്ല ഇതുമായി സഹകരിച്ചത്. മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുന്നവരുണ്ടാകും, മുസ്ലിം ലീഗിനെ ദൂരെ നിന്ന് വീക്ഷിക്കുന്നവരുണ്ടാകും. അവരെല്ലാം എന്തുകൊണ്ടത് നൽകുന്നു എന്ന് പറയുമ്പോൾ അവരെല്ലാം മുസ്ലിം ലീഗിൻ്റെ നന്മകളെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. സമൂഹത്തിന് നന്മകൾ അർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ചുമതല എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി പകർന്നു കൊടുക്കുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നുണ്ട്. ഇന്ന് മുസ്ലിം ലീഗിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയും അതിൻ്റെ തെളിവാണ്. മുസ്ലിം ലീഗ് നല്ല സർട്ടിഫിക്കറ്റ് നൽകുന്നവരെല്ലാവരും പറയാറുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മികവ്, ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാരാണ്. സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവർ തുടങ്ങി കൂടുതൽ കൊടുക്കാൻ കഴിയുന്നവർ ആ നിലക്കും കൊടുത്തുകൊണ്ടാണ് ഇതിനെല്ലാം വിജയിപ്പിക്കുന്നത്. നിങ്ങളുടെ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാകണം. ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പിരിവാണ്. ഇനി അടുത്ത റമദാനിലും നമുക്കിതുപോലെ വിഭവ സമാഹരണം നടത്തേണ്ടതുണ്ടാകും. ഇപ്പോൾ 600 ശരാശരി. അടുത്ത തവണ അത് കുറച്ചുകൂടി കൂട്ടണം എന്നുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്.
അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൻ്റെ അല്ലേ ശിഹാബ്ദങ്ങൾ സെൻ്ററല്ലേ? ശിഹാബ്ദങ്ങൾ സെൻ്ററിൻ്റെ മറ്റൊരു യൂണിറ്റ് കൂടി തുടങ്ങാൻ ഇവിടെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അത് പൈക്കലങ്ങാടി സെൻ്ററാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൻ്റെ പ്രഖ്യാപനം ഇവിടെ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.